വയനാട് മീനങ്ങാടി ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവ കൂട്ടിലായി. മൈലമ്പാടിയിൽ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. കഴിഞ്ഞ ദിവസം ആടിനെ പിടികൂടിയ സ്ഥലത്ത് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. ദീപക് മോഹനുണ്ട് വിവരങ്ങളുമായി. ദീപക്, മീനങ്ങാടിയെ വിറപ്പിച്ച കടുവ ഒടുവിൽ കൂട്ടിലായിരിക്കുന്നു. ഇനിയിപ്പോൾ എങ്ങോട്ടാണ് കൊണ്ടുപോവുക? എന്തൊക്കെയാണ് നടപടിക്രമങ്ങൾ? രാത്രി 9:15 കൂടിയാണ് മീനങ്ങാടി മൈലമ്പാടിയിൽ ദിവസങ്ങളായി നിരവധി വളർത്തുമൃഗങ്ങളെ പിടികൂടുകയും ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി പരത്തിയ കടുവ കൂട്ടിലായത്. മൈലമ്പാടി കാവുങ്ങൽ കുര്യൻ എന്നയാളുടെ വീടിന് സമീപം വനംവകുപ്പ് ഒരു കൂട് സ്ഥാപിച്ചിരുന്നു. ഈ കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. കഴിഞ്ഞ ദിവസവും ഈ പ്രദേശത്ത് നിന്ന് ഒരു ആടിനെ കടുവ പിടികൂടിയിരുന്നു. ഇതിന് സമീപത്താണ് വനംവകുപ്പ് കൂട് സ്ഥാപിച്ചത്. ഇപ്പോൾ വനംവകുപ്പ് ജീവനക്കാർ സ്ഥലത്തെത്തി ഈ കടുവയെ മറ്റൊരു വാഹനത്തിലേക്ക്, ഈ കൂടടക്കം മറ്റൊരു വാഹനത്തിലേക്ക് മാറ്റി സുൽത്താൻ ബത്തേരി കുപ്പാടിയിലുള്ള മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നിലവിൽ കുപ്പാടിയിലുള്ള മൃഗപരിപാലന കേന്ദ്രത്തിൽ 7 കടുവകളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയൊരു കടുവയെ ഇവിടെ ഉൾക്കൊള്ളാനുള്ള സ്ഥലമില്ലാത്തതിനാൽ ഇപ്പോൾ കൂട്ടിലായിരിക്കുന്ന കടുവയെ രാവിലെയോടുകൂടി മറ്റേതെങ്കിലും മൃഗശാലയിലേക്കോ അല്ലെങ്കിൽ തൃശൂർ മണ്ണൂത്തിയിലുള്ള മൃഗപരിപാലന കേന്ദ്രത്തിലേക്കോ മാറ്റുമെന്നാണ് വനംവകുപ്പ് അധികൃതർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ദിവസങ്ങളായുള്ള ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയുടെ ഭീതി ഇപ്പോൾ ഒഴിഞ്ഞിരിക്കുകയാണ്. ശ്രുതി, കഴിഞ്ഞ കുറച്ച് ദിവസമായി മീനങ്ങാടിയെ വിറപ്പിച്ച കടുവയാണ് ഇപ്പോൾ കൂട്ടിലായിരിക്കുന്നത്. മൈലമ്പാടിയിൽ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. കഴിഞ്ഞ ദിവസം ആടിനെ പിടികൂടിയിരുന്നു. ഈ സ്ഥലത്ത് തന്നെ കൂട് സ്ഥാപിച്ചിരുന്നു. അവിടെയാണ് കടുവ കുടുങ്ങിയിരിക്കുന്നത്. ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത്.